ഒരുങ്ങിയതിന് ശേഷം എന്താ വേഗം പോയി കുളിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ടില്ലേ 8ൻ്റെ പണി. അലക്കാൻ മറന്നുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, തുണികളെല്ലാം വാരിപ്പെറുക്കി പോയി അലക്കിയിട്ട് വന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് അയലിൽ വിരിച്ചിടണം. പിന്നെന്താ മറവി കൂടപ്പിറപ്പായതുകൊണ്ട് പിന്നെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വർത്താനം കേട്ട വിചാരിക്കും ഒരുപാട് തുണികളുണ്ട് അലക്കാൻ. ആകെ കുറച്ച് തുണികളേ ഉണ്ടായുള്ളൂ. അപ്പോൾ കയ്യോടെ അത് അലക്കിയിട്ടേക്കാന്ന് വിചാരിച്ചു. നാളത്തേക്കാകുമ്പോൾ ഒത്തിരി ആവും, എന്തിനാ വെറുതെ പണി കൂടുതലാക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഇതാ അയലിൽ വിരിച്ചിടാൻ വേണ്ടി പോവാണേ. ഇന്ന് കരോള് വരുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ വേഗം കുളിച്ചിരിക്കാമെന്ന് വിചാരിച്ചതാണ്. കണ്ടില്ലേ, പണി വരുന്ന വഴി അറിയില്ല. ഏച്ചിയുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കരോളിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേനും അവരൊക്കെ എത്തും. അലക്കൊക്കെ കഴിഞ്ഞ് അയലിൽ വിരിച്ചിടലും കഴിഞ്ഞു. പണികളെല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും വിളി വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, വിശപ്പിൻ്റെ ഒരു വിളി. എന്താ അറിയില്ല, ഒടുക്കത്തെ വിശപ്പ്. പിന്നെ കയ്യിൽ കിട്ടിയ പഴം എന്താ അറഞ്ചം മുറഞ്ചം കഴിക്കുന്നുണ്ട്. ഒരു ഇഞ്ച് സഹതാപം പോലും അതിനോട് കാട്ടിയില്ല. പിന്നെ ഫുഡ് മുഖ്യം പികിലേ എന്ന് പറയുന്ന പോലെയല്ലേ നമുക്ക്. അങ്ങനെ ഇതാ കുളിയൊന്നും നടന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും കരോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏച്ചിയുടെ മോനാട്ടോ ക്രിസ്മസ് അപ്പൂപ്പനെ കെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൂപ്പനെ ഡാൻസ് എല്ലാവരും പൊളിച്ചു. അങ്ങനെ അതൊക്കെ കുറച്ച് സമയം കണ്ടിരുന്നു. അവർ ഞങ്ങൾക്ക് മുട്ടായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇതൊക്കെ കാണുന്നതും ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.